അപ്പൊ ഇന്ന് ഡേ 3 ആട്ടോ. അപ്പൊ നമ്മളെല്ലാരും ബസ്സിൽ കയറിയിട്ട് അപ്പൊ നേരെ ഗോവയ്ക്കാണ് പോകുന്നത്. ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ അഭിനയം കൃഷ്ണയും ദൂസിയും ഒക്കെ ബാക്കിലാട്ടോ. അപ്പൊ പോയൊക്കെ എന്തായാലും. ഹായ് ഗായ്സ്, ഹലോ, വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക് ഒക്കെ പറഞ്ഞ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി വന്നതാ. വ്ലോഗ് എടുക്കാം. ഇന്ന് ഞങ്ങൾ രണ്ടാളും ബ്ലാക്ക് ഷർട്ട്. ഇന്ന് ലാസ്റ്റ് ദിവസം. ഇന്ന് അതെ, സങ്കടം എത്ര പെട്ടെന്നാ പോയത്. ദിവസം പോയിട്ട് അറിഞ്ഞില്ല, പെട്ടെന്ന് എല്ലാം കഴിയുന്നത്. ഇന്ന് ഷോപ്പിംഗ് ആണ് ഗൈസ്. ഷോപ്പിങ്ങും ബീച്ചിലേക്കും പോലെ കഴിഞ്ഞ് ഇനി നമ്മളൊക്കെ ഇങ്ങനെ എപ്പോഴും ഒത്തുകൂടാ പോകുന്നുണ്ട് ഗൈസ്. സൗണ്ട് പോവുക വരിക ഇഞ്ചപ്പോ നോർമൽ ആയില്ലേ? ഇതിപ്പോ എപ്പ പോകും? ഇന്ന് രാത്രി കൊണ്ട് പോകും. വേറെന്താ പറയാനുള്ള, ഇന്ന് ഫുള്ളിങ് വ്ലോഗ് എടുക്കാൻ കേട്ടോ. ഒന്നല്ലൊന്നും വ്ലോഗ് എടുത്തിട്ടില്ല. ഞാൻ ഇത്രയും ദിവസം വ്ലോഗ് എടുത്തിട്ടില്ല. ഫുഡ് മെയിനായിട്ടുള്ളൊന്നും എടുത്തില്ല. ഞാൻ എനിക്ക് എന്താ പറയാ, ഇടയ്ക്ക് മൂഡ് പോകും. ഓള് തീരെ സത്യം പറയാ തീരെ എടുത്തില്ലല്ലോ. നമ്മള് നടക്കുന്ന മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇന്ന് ഫുള്ള് എടുക്കണം കേട്ടോ. ലാസ്റ്റ് ദിവസം ഫുള്ള് എടുക്കും, വൈബാക്കാം. കാരണം നമ്മള് കൊച്ചു പിള്ളേരോടൊക്കെ എന്തൊക്കെയോ ഡയലോഗ് അടിച്ചിട്ട് കൊച്ചു പിള്ളേരെ നമ്മ ഹോട്ടല് ഇന്നലെ കണ്ടിരുന്നു കേട്ടോ. അതെ, മുരുകന്, റയാൻ, കൃഷ്ണൻ ഒരു കാണുമെന്തോ. പിന്നെ നാളെ അവരെ കണ്ടാൽ മതി. ഇതില്ലേ സത്യം പറഞ്ഞ വ്ലോഗ് കോളാവോന്ന് അറിയില്ല. എവിടുന്നൊക്കെ കുറച്ച് പാർട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് നമ്മള് ഫസ്റ്റ് വെച്ച പാർട്ട് 1 പാർട്ട് 2 ഫസ്റ്റ് അങ്ങനെ വിചാരിച്ച അങ്ങനെ ഇടണമെന്ന്. പക്ഷെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഒരു വ്ലോഗാക്കി ഇടാം. അതാകുമ്പോ കുഴപ്പമില്ല. എന്തോരം മെമ്മറീസാ. നമ്മ പൂളിലൊക്കെ ഇറങ്ങിയതൊക്കെ നല്ല വൈബായിരുന്നു. പക്ഷെ വീഡിയോ എടുത്തരാ ആ വീഡിയോ ഉണ്ട്. അയ്യോ, സൗരവിന് പേടിയാണ്. എനിക്ക് പേടിയില്ല. ഇവിടെ തലക്കിട്ടൊക്കെ ഫുട്ബോളോണ്ട് ബോൾ എറിഞ്ഞ് അത് എങ്ങനത്തെ അഭിനയനെ വെള്ളത്തിൽ തല്ലിട്ട് മുക്കിക്കൊല്ലാൻ നോക്കിയത്. എന്റെ തലക്കൊക്കെ എത്ര കിട്ടിയറിയോ ബോളോണ്ട് എറിഞ്ഞിട്ട്? ഒരു പ്രാവശ്യം ഇന്റെ കല്ലാണോ എന്റെ തല എറിഞ്ഞെറിഞ്ഞ് കളിക്കുക. ഞാൻ മുക്കിക്കൊല്ലായിരുന്നു. ആകെ നീന്താ അറിയുന്ന ചങ്കത്തി പിളേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നെ മുക്കിക്കൊന്നില്ല. കൊറേ പഠിച്ചു, പക്ഷെ ഞാൻ കുറച്ച് എക്സ്പേർട്ട് അല്ലേ. തുപ്പാൻ പഠിച്ചു സൗരവിനെ കണ്ടതോ അതുവരെ അങ്ങോട്ട് ഞാനും തിരിഞ്ഞോടുന്നുണ്ട്. തിരിഞ്ഞോടുവനെ പേടിച്ചിട്ട് എന്റെ ഒരു മൈൻഡ് പോയി. ഭഗവാനെ, ഇതെന്റെ കാലിനാണല്ലോ. പോട്ടെ മോനെ പേടിക്കണം. മോന് സൈക്കോ, എക്സ്ട്രീം ലെവൽ ഓഫ് സൈക്കോ ആണ് അവൻ. സത്യത്തിന് ഇടയ്ക്ക് പോകുന്നതൊന്നും നമുക്ക് അറിയില്ല. നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഗോവയത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. അതില് ഉപ്പില്ലായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നല്ലോ. അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടുത്തെ അടിപൊളിയായിരുന്നു. അയ്യോ, ബ്രേക്ക്ഫാസ്റ്റ് തീരെ കഴിക്കാൻ പറ്റൂലായിരുന്നു. തീരെ പറ്റൂലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങോട്ട് വാ. ഓക്കെ, ഞാൻ അങ്ങോട്ട് പോവാം. ആടെ വിളിച്ച. ഓക്കെ, പറ. ഡൽഹി ഇഡ്ഡലി വട ചായ. ഗോവത്തെ ഫുഡല്ലേ അടിപൊളി. ഗോവയില് കേരള റെസ്റ്റോറന്റ്. ഫോട്ടോ എടുത്ത് ഒന്ന് ചിരിക്കോ? നാളെ ഇന്നൂടെ ഉള്ളൂ കേട്ടോ. കൊണ്ട ഇന്നലെ നമ്മള് പ്രേതത്തിന്റെ കഥ പറഞ്ഞില്ല. ഇന്ന് രാത്രി ബസ്സിലേക്ക്. ഇന്ന് രാത്രി ഞങ്ങള് ബസ്സിലും പ്രേതത്തിന്റെ കഥ പറയുമ്പോൾ തന്നെ പേടിക്കും. അങ്ങനെ ഒരു ഫോട്ടോ എനിക്ക് പേടിയാ പ്രേതത്തെ. അതെ, ഇതായിരുന്നാ? ആര് കൊണ്ടുവന്നാ? നീലമണി കൊണ്ടുവന്ന കേട്ടോ.
സ്പോഞ്ച് തിന്നോ? വിശപ്പ് മാറിയോ? പറ. ഇന്നലെ നമ്മള് രാത്രി വന്നിട്ടുള്ള അതേ സമയത്ത് രാവിലെ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി 11 മണിയായി. നല്ല ലേറ്റായി. ഇതെന്താ പൂരി മാത്രം? ഗൈസ് അപ്പൊ തിന്നിട്ട് വരാം. ഗൈസ് ഫുഡൊക്കെ ഉഷാറായി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ചൂട് ചായ കിട്ടിട്ടോ. അപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസമായോ? ചായ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ഞങ്ങളുടെ സ്പോട്ടിലേക്കാണ് പോകുന്നത്. ഏതോ ഒരു ഫോർട്ടാണ് അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ട്രിപ്പിലാണ്. ഒന്ന് ഡാൻസ് കളിക്കും. ഒരു സ്റ്റെപ്പ് പേരറിയില്ല. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇത് ഓൾഡ് ഗോവയല്ലേ? ഇതാണ് ഓൾഡ് ഗോവ. പൊരിഞ്ഞ വെയില്. തൊപ്പിയും വാങ്ങിയില്ല, അഭിനയം വാങ്ങിയില്ല കേട്ടോ. എല്ലാരും തൊപ്പി വാങ്ങിയില്ലേ? ഓൾമോസ്റ്റ് വാങ്ങിയില്ല ഗൈസ്. അങ്ങനെ സൺസ്ക്രീം ഒക്കെ ഇട്ടിക്കണ് അശ്വന്റെ. പക്ഷെ ലോക്കലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ശനി കുറച്ച് കറുത്തെടുക്കുന്നു. ലോക്കൽ സാധനമൊക്കെ തന്നെ. പിന്നെ ഫോട്ടോ എടുത്തില്ലേ? നമ്മൾ മൂന്നാൾക്ക് ഒരു ഫോട്ടോ എടുക്കണേ. നമ്മൾ എടുത്തില്ലല്ലോ. ഇല്ല, എടുത്തില്ല. ആരെടുത്ത് തരും? എനിക്ക് ശനീന്റെ പുറമാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഫോട്ടോ എടുക്കാൻ പോവാ ഗൈസ്. ഫോട്ടോ എടുത്തിട്ടല്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങള് ഒരു ഫോട്ടോ കണ്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഇനി ഒരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അപ്പൊ അവിടേക്കുള്ള വഴി. വെയിലാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പൊ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയാണ്. ഡയലോഗ് പറ. അടിപൊളിയാണ് ബിരിയാണി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വന്നത് ചർച്ചിലേക്കാണ്. ചർച്ചേ? എന്ത് ചർച്ചയിലേക്ക്? എന്ത് ചർച്ച? ഫുഡിനെ പറ്റിയുള്ള ചർച്ചയാണോ? കറങ്ങ്. ഞങ്ങള് പാട്ടിട്ടരാ. കറങ്ങ്. ശരി. ആടെ നടന്നു വാ. സൈഡിന്ന് പൂക്കൾ പൂക്കും തരുണം മാറിൻ പാർത്തതാരുമില്ലയേ പുലരും കാലൈ പുലരും താനതും തനന താനതും തനന താനതും തനന താനന. അടുത്ത പ്രഹസനം. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ പറയുന്നത് വെച്ചാൽ എന്റെ മുടിയിൽ ഇപ്പൊ ബ്രൈഡ് ചെയ്യാൻ പോവാണ് ഞാൻ. അതിനെത്രയാ? ബ്രൈഡഡ് ഹെയർ ചെയ്തിട്ട് അതിന് അറിയില്ല 50 ഒക്കെ ഉണ്ടാവും. ഓക്കെ, താങ്കളോ? Me too. ഹാപ്പി ബർത്ത്ഡേ ടു യു. Thank you. Nice to meet you. Welcome to Ooty. What coconut? Bhai, don't post. കാണിച്ചു തരുമോ? ഇത് എത്ര ടൈം എടുത്ത്? അത് 10 ആണല്ലോ ഇപ്പൊ കാണിച്ചു. ഓക്കെ
ക്ലാസ് വരുമ്പോ ഊരുവോ ഊരു സ്വന്തമായിട്ട് ഫോട്ടോ കണ്ട് സന്തോഷം കണ്ടെത്തുന്ന വ്യക്തി. ഹാപ്പിനെസ് ഫോട്ടോ കണ്ടു കാണിച്ചെടുക്ക ഫോട്ടോ കാണിച്ചെടുക്ക സബ്സ്ക്രൈബേഴ്സ് കാണട്ടെ. അയ്യോ ഇരുടാക്കി കളഞ്ഞ് മിസ്സിന് അവള് ഭംഗിയില്ലാണ്ട്. കൊള്ളാം സൂപ്പർ അല്ലേ? സന്തോഷം കണ്ടെത്തുന്ന വ്യക്തി. എല്ലാവർക്കും സത്യോ പ്രത്യേകിച്ച് എനിക്ക് അസൂയ. നല്ല ഭംഗിയുണ്ടല്ലേ. ലീലാമണി ഫോണ് കളിക്കുന്ന അമൃത ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് തെറ്റുന്ന ആദില. നേരത്തെ അശ്വിനെ ചർച്ചാന്ന് പറഞ്ഞേക്കെ. അതുപോലെ തന്നെ ഈ ബീച്ചിലേക്ക് അല്ലെങ്കിൽ ഷോപ്പിംഗ് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. പെട്ടെന്ന് കഴിഞ്ഞു. ഇനി എപ്പോഴാ ഗോവിക്കൊക്കെ വരിക? എന്താ പൂള കച്ചവടം ഇവിടെ നടത്താനാ? ഇവിടെ ഭയങ്കര ഡിമാൻഡ് പൂള ഡിമാൻഡ് ആയിരിക്കും. വെറൈറ്റി ആണ് കോമ്പിനേഷൻ. ബീഫ് ഇവിടെ അന്തം വിട്ടടി. അല്ല ബീഫ് കഴിക്കൂല ഗൈസ്. അതിനെ പുറത്താക്കും. അവിടെ ബിസിനസ് അവിടെ പൊളിഞ്ഞടാ. ഞാൻ അപ്പോഴും ഉയർന്നു പോകും. അല്ല ഞാൻ അതൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട്. പാൽക്കപ്പ് ഉണ്ടാക്കാം. എന്തൊക്കെ വെറൈറ്റീസ് എന്തായാലും ഞാൻ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടാക്കാം. പാൽക്കപ്പ അങ്ങനെ എന്തൊക്കെ വെറൈറ്റീസ് ഞാൻ അങ്ങനെ ചെയ്യുന്നു. പാൽക്കപ്പൊക്കെ എങ്ങനെ ഉണ്ടാക്കാം? അത് ഞാൻ അങ്ങനെ എനിക്കൊന്ന് പറയാം. അതൊന്നും പറയാൻ പറ്റൂല, ഷെയർ ചെയ്യാൻ പറ്റൂല. സ്പെഷ്യൽ ഓക്കെ രാജ ബസ് ഇപ്പൊ വരും ഗൈസ്. ഷോപ്പിങ്ങിനാണ് ഗൈസ്. ഷോപ്പിംഗ് നമ്മള് ഇത്ര നേരം ഷോപ്പിംഗ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്ക് പഞ്ച് കവറ്. അതാ ഗൈസ് വിശന്ന് പണ്ടാരടങ്ങി. അപ്പൊ നമ്മള് ഐസ്ക്രീം അപ്പൊ ഗൈസ് രാവിലെ കണ്ട ഞാനല്ലേ ഞാനിപ്പോ കരിവണ്ടായിട്ടുണ്ട്. ഏകദേശം അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. എന്താ പഞ്ചു ഫുൾ ടാൻ അടിച്ചു. നല്ല വെയിലായി. നല്ല വെയിലത്ത് നല്ല നടത്തം കിടിലൻ വെയിലുണ്ടായിരുന്നു. നല്ല വെയിലില് നല്ല ടാൻ അടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇക്കോലത്തിനാണുള്ളത് ഗൈസ്. ഇനി ഞങ്ങള് ഇനിയൊക്കെ ഒന്നുമില്ല. നമ്മ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ 50 rupees കൊടുത്തിട്ട് ചെയ്യിച്ചതാണ്. അതെ അതെ ഇത് നോക്ക്. പക്ഷേ ഇത് ഇവിടെ കേടന്ന് കുറച്ച് ലൂസായി പോയി. ബ്രെയ്ഡ് ചെയ്തത് കുറച്ച് ലൂസായി പോയി. എൻ്റെ മുടി ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ നൈറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഷോപ്പിംഗ് പറഞ്ഞാൽ വലിയ രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ടൈം അലോട്ട് ചെയ്തത് കുറച്ച് സമയം ആയതുകൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര ഞങ്ങൾ വാങ്ങി. അത്രേ ഉള്ളൂ. ഗോവ ഇഷ്ടമായി ഞങ്ങൾക്ക്. ഗോവ ഇഷ്ടമായി. ഐ ലൈക്ക് ഇറ്റ് സോ മച്ച്. പിന്നെ ഫുഡ് കഴിച്ചു. ഇനി നേരെ ബസ്സിലോട്ട് പോകും. ഞങ്ങൾ 5-ാം തീയതിയാണ് ഇറങ്ങിയത്. 5-ാം തീയതി 6-ാം തീയതി 7-ാം തീയതി പെട്ടെന്ന് പോയി. 8-ാം തീയതി നൈറ്റാണ് ഇപ്പൊ ഞങ്ങള് പറയുന്നത്. പെട്ടെന്ന് പോയി. ഇപ്പൊ നാളെ സൺഡേ ആണ്. നാളെ സൺഡേ. മൺഡേ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. പഞ്ചു നീ വരുമോ? ഞാൻ വരും. വരണം നിർബന്ധം. മസ്റ്റാ.
അപ്പോൾ നമുക്ക് ബസ്സിൽ പോവാം, അടിച്ച് പൊളിക്കുക ഗൈസ്. ലാസ്റ്റ് തുള്ളല്. ബൈ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇൻട്രോ ഇല്ല. അപ്പൊ നമ്മള് റീലൊക്കെ എടുക്കാട്ടോ. ഈ പെട്ടെന്നാണ് ഒരു കുട്ടിയുടെ തല ഒരു കുട്ടിയുടെ തല പറഞ്ഞു. സമയം 2 ഈ നട്ടപ്പൊളിച്ച് ഞങ്ങൾ റീൽ എടുക്കാണ് ബസ്സിന് ഗൈസ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അനുപമ മിസ്സിന്റെ ബർത്ത്ഡേ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് കേക്ക് മുറിച്ചു ഗൈസ്. ഞാൻ അഭിനയിച്ചു ഗൈസ്. ഇവിടെ അഭിനയിച്ച് എങ്ങനെ അടിപൊളി. പാട്